ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ ഞാൻ വീണ്ടും ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ടെക്സ്ചേർഡ് സ്കിന്നിനായിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ വിത്തൗട്ട് ഗെറ്റിംഗ് ഫർദർ ഡിലേറ്റ് ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടെക്സ്ചേർഡ് സ്കിൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ടെക്സ്ചേർഡ് സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലോ അല്ലെങ്കിൽ ബോഡിയിലോ എവിടെയായാലും അൺഈവൻ ആയിട്ടുള്ള സ്കിന്നിനെയാണ് ടെക്സ്ചേർഡ് സ്കിൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ കുറച്ച് അവിടെ എവിടെയായിട്ട് ബംപ്സ്, അതുപോലെ തന്നെ എൻലാർജ്ഡ് പോർസ് കാരണം അൺഈവ്നെസ് ഒക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള സ്കിന്നിനെയാണ് ടെക്സ്ചേർഡ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള സ്കിന്നിനെ നമ്മൾ റിപ്പയർ ചെയ്യുക, റെജുമിനേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള സ്കിന്നിനെ നമുക്ക് 100% നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർസ് ഉള്ള സ്കിന്നൊക്കെ തന്നെയും ടെക്സ്ചേർഡ് സ്കിന്നാണ്. അപ്പോൾ പോർസ് എന്ന് പറയുമ്പോൾ അതായത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള പോർസ് ആണ്, വിസിബിൾ അല്ലാത്ത പോർസ് അല്ല. ഇപ്പോൾ പലരുടെയും ഫേസിൽ, ഇപ്പോൾ എൻ്റെ ഫേസിലൊക്കെ നോക്കിയാൽ ഈ ഒരു ഏരിയയിൽ കാണാൻ സാധിക്കും നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഓപ്പൺ പോർസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പോർസ് ഒക്കെ ഉള്ള സ്കിന്നിനെ നമ്മൾ ടെക്സ്ചേർഡ് സ്കിൻ എന്ന് പറയും. അപ്പോൾ ഈ ഒരു പോർസിനെ നമ്മൾ ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കില്ല. കാരണം ഈ ഒരു പോർസ് നമ്മുടെ സ്കിന്നിനെ ഒരു ഹെൽത്തി സ്കിന്നായിട്ട് വെക്കാൻ സഹായിക്കുന്ന മെയിൻ ആയിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ പോർസിനെ പൂർണ്ണമായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും 100% ഒരു ടെക്സ്ചേർഡ് സ്കിന്നിനെ നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കില്ല. നേരെ മറിച്ച് നമ്മൾ റെഗുലർ ആയിട്ടുള്ളൊരു റുട്ടീനൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടെക്സ്ചേർഡ് സ്കിന്നിനെ മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് DIY അതുപോലെ തന്നെ മെഡിക്കൽ അഡ്വൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു പരിധിവരെ ഇതിനെ മിനിമൈസ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ടെക്സ്ചേർഡ് സ്കിന്ന് ഉണ്ടാവാനായിട്ടുള്ള, അതായത് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ തന്നെ പോർസ് എല്ലാവരിലും ഉള്ളതാണ്. പക്ഷേ അതേസമയം അത് ഓപ്പൺ പോർസ് ആയിട്ട് അല്ലെങ്കിൽ എൻലാർജ്ഡ് പോർസ് ആയിട്ട് മാറാനും ബംസ്, ആക്നെ സ്കാർസ് ഒക്കെ ഉണ്ടാവാനായിട്ട് കാരണങ്ങൾ പലതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ, അതായത് നമ്മുടെ സ്കിന്നെ ടെക്സ്ചേർഡ് ആക്കാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഏജിങ് ഒരു കാരണമാണ്. അതുപോലെ തന്നെ സ്കിന്നിലെ ഡ്രൈനെസ് ഒരു കാരണമാണ്. പിന്നെ പറയാനാണെങ്കിൽ ആക്നെ, അതുപോലെ സൺ എക്സ്പോഷർ, പിന്നെ പല ടൈപ്പ് ഓഫ് സ്കിൻ കണ്ടീഷൻസ്, അതായത് എക്സിമ, റൊസേഷ്യ അതുപോലെയുള്ള സ്കിൻ കണ്ടീഷൻസും ഒക്കെ നമുക്ക് ഈ പറയുന്ന സ്കിൻ ടെക്സ്ചറിങ് ഉണ്ടാവാനായിട്ട് കാരണമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്കിൻ ടെക്സ്ചറിനെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ സ്കിൻ ടെക്സ്ചറിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ പിന്നിലുള്ള ഒരു അണ്ടർലൈങ് കോസ് എന്താണെന്നുള്ളത് കണ്ടെത്തണം. അതായത് ഇപ്പോൾ നമുക്ക് എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ കൊണ്ടാണോ, അതല്ല ഡ്രൈനെസ് കൊണ്ടാണോ നമുക്ക് ഇങ്ങനെ ഒരു ടെക്സ്ചറൈസേഷൻ ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ഒരു റീസൺ നമുക്ക് തന്നെത്താൻ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നമുക്കൊരു ഡോക്ടറുടെ സഹായം തേടാവുന്നതാണ്. അതുമൂലം നമുക്ക് നമ്മുടെ ഈ ഒരു ടെക്സ്ചർ സ്കിൻ ഉണ്ടാവാനുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് ആ ഒരു പ്രോബ്ലത്തിനെ ക്യൂർ ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഈ ഒരു ടെക്സ്ചേർഡ് സ്കിന്നിനെ ക്യൂർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്കിൻ കെയർ ഐറ്റംസ് ഞാൻ ഇനി പറയുന്നതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ പല ഐറ്റംസും ചിലപ്പോൾ എല്ലാ സ്കിന്നുകാർക്കും സ്യൂട്ട് ആവണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു സ്കിൻ കെയർ ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട അത്യാവശ്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്ട്സും നമുക്ക് 100% ടെക്സ്ചേർഡ് സ്കിൻ റിമൂവൽ നമുക്ക് സാധ്യമാക്കില്ല. പകരം നമുക്ക് ഇതിനെ മിനിമൈസ് ചെയ്യാനും, അതായത് അതിൻ്റെ വിസിബിലിറ്റി കുറയ്ക്കാനായിട്ടാണ് സഹായിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ടെക്സ്ചേർഡ് സ്കിന്നിനെ മിനിമൈസ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓപ്റ്റ് ഫോർ ഗുഡ് ഹൈഡ്രേഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിൽ ടെക്സ്ചറൈസേഷൻ വരാൻ സാധ്യതയുണ്ട്. സോ മാക്സിമം നമ്മുടെ സ്കിന്നിനെ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഏത് സ്കിൻ കെയർ ഐറ്റവും നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് സഹായിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്കിൻ കെയർ ഐറ്റം നോക്കാം. അത് വന്നിട്ട് വൈറ്റമിൻ സി ആണ്. അപ്പോൾ ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സ്കിൻ കെയർ ബെനിഫിറ്റ്സ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂസ് യൂസ് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന സീബം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുകയും അതുമൂലം തന്നെ ആക്നെ പ്രോബ്ലംസ്, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്നത് തടയുകയും, അപ്പോൾ ആക്നേസ് വരുന്നത് തടയുമ്പോൾ തന്നെ നമുക്ക് ആക്നെ മൂലമുണ്ടാകുന്ന സ്കാർസ്, അതുപോലെ തന്നെ പോർസ് ഒക്കെ നമുക്ക് ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. അത് വന്നിട്ട് റെറ്റിനോൾ ആണ്. റെറ്റിനോൾ നമ്മൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ റെറ്റിനോൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെൽ സ്റ്റിമുലേഷൻ ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ സെൽസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിനെ ഒന്ന് റെജുമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന സീബം പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുകയും, പിന്നെ നമ്മുടെ സ്കിന്നിൽ ഏജിങ്ങിനോടനുബന്ധപ്പെട്ട് വരുന്ന റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, ഇതിനെയൊക്കെ മിനിമൈസ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു റെറ്റിനോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് യൂസ് കൊണ്ട്
ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പരിധിവരെ സ്കിന്നിൻ്റെ ടെക്സ്ചറൈസേഷൻ മിനിമൈസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് AHA ആണ്. AHA എന്ന് പറയുമ്പോൾ ആൽഫ ഹൈഡ്രോക്സി ആസിഡ്സ്. ഇത് വന്നിട്ട് നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ എന്തിനാണ് സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്ത് നമ്മുടെ എലാസ്റ്റിൻ കൊളാജിൻ പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ AHA എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്ട്സ് ദാറ്റ് കണ്ടെയ്നിങ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ്. അതായത് നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ള ഏതൊരു പ്രോഡക്റ്റും നമുക്ക് സ്കിൻ ടെക്സ്ചറൈസേഷൻ മിനിമൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഈ ഒരു ഇൻഫ്ലമേറ്ററി പ്രോബ്ലംസ് മൂലവും നമുക്ക് സ്കിന്നിൽ ടെക്സ്ചേഴ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇൻഗ്രീഡിയൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ അതും നമ്മുടെ ടെക്സ്ചറൈസേഷൻ മിനിമൈസ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നയാസിനമൈഡ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ. പിന്നെ ഇനി ഇതിനെല്ലാം പുറമെ നമുക്ക്, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിനെല്ലാം പുറമെ നമുക്ക് ഒരു നല്ലൊരു ക്ലിനിക്കൽ അഡ്വൈസ് എടുത്തിട്ട് ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ്സും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് കെമിക്കൽ പീൽസ്, ലേസ്, മൈക്രോ നീഡിലിംഗ് ഇതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സും നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു ടെക്സ്ചറൈസേഷൻ മിനിമൈസ് ചെയ്യാനായിട്ട്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഫസ്റ്റ് എപ്പോഴും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്സ് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിധി കൂടുതൽ നമ്മൾ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നത് മൂലം ഗുണങ്ങളുമുണ്ട്, പക്ഷേ അതിൻ്റേതായ ദോഷവശങ്ങളുമുണ്ട്. സോ നമ്മൾ മാക്സിമം നമ്മൾ വീട്ടിലുള്ള ഈ ഒരു റെമഡീസൊക്കെ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് ഈ ഒരു ടെക്സ്ചറൈസേഷൻ മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ യൂസ് ചെയ്തിട്ടും നമുക്ക് ഒരു റിസൾട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ഓപ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഓപ്റ്റ് ചെയ്യുമ്പോൾ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റിൻ്റെ കീഴിൽ തന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള ടെക്സ്ചറൈസേഷനൊക്കെ ഒഴിവാക്കാനായിട്ട്, അല്ലെങ്കിൽ അതായത് ഇപ്പോൾ നമ്മുടെ സ്കിന്നിൽ ടെക്സ്ചറൈസേഷൻ ഇല്ല, പക്ഷേ ഫ്യൂച്ചറിൽ നമുക്ക് അങ്ങനെ സ്കിൻ ടെക്സ്ചേർഡ് ആവാതിരിക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിലാദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫോളോ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. അതായത് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, നല്ലൊരു ഡയറ്റ് പാറ്റേണോട് കൂടിയ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അതായത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എവറിത്തിങ് അങ്ങനെയുള്ള നല്ല നല്ല ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡയറ്റ് പ്ലാനും ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് പ്ലാനൊക്കെ ഫോളോ ചെയ്യുകയും അതുപോലെ തന്നെ മിനിമം ഒരു 8 hours ഓഫ് സ്ലീപ്പ്, കമ്പൽസറി ആയിട്ട് ഒരു 8 hours ഓഫ് സ്ലീപ്പ് നമുക്ക് ഒരു ഹെൽത്തി സ്കിന്നിനും ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയെയും ഹെൽപ്പ് ചെയ്യും. പിന്നെ നല്ലപോലെ വെള്ളം കുടിക്കണം. നമുക്ക് മിനിമം ഒരു 8 glasses ഓഫ് വാട്ടർ എങ്കിലും ഒരു ദിവസം കുടിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തിയാൽ തന്നെ നമ്മുടെ സ്കിന്നിന് ഇങ്ങനെയുള്ള ടെക്സ്ചേർഡ് ഡാമേജസ് ഒക്കെ വരുന്നതിൽ നിന്ന് നമുക്ക് തടയാൻ സാധിക്കും. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ക്ലെൻസിങ് ഒരു മെയിൻ സംഭവമാണ് കേട്ടോ. അതായത് നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ് നമുക്കിങ്ങനെയുള്ള ഡാമേജസ് ഒക്കെ വരുന്നതിൽ നിന്ന് തടയാൻ സഹായിക്കുക. അപ്പോൾ ഒരിക്കലും ക്ലെൻസിങ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അതായത് ആക്നെ പോലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിൽ കൂടെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നത് നമ്മൾ ഒഴിവാക്കുക. കാരണം ആക്നെ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. അപ്പോൾ നമ്മൾ ടച്ചിലൂടെ അത് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഫേസ് ഫുൾ ആക്നേസ്, പിമ്പിൾസ് ഒക്കെ വരികയും അപ്പോൾ അത് നമുക്ക് ആ ഒരു ആക്നേസ് പോകുമ്പോൾ എങ്ങനെയായാലും ഒരു സ്കാർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ സ്കിൻ അൺഈവൻ ആകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കഴിവതും നമ്മൾ ടച്ച് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസ് ഡെയിലി. മോയ്സ്ചറൈസേഷൻ മസ്റ്റാണ് കേട്ടോ. ഏത് സ്കിൻ ടൈപ്പ് ആയിക്കോട്ടെ, ഡ്രൈ ആയിക്കോട്ടെ, ഓയിലി ആയിക്കോട്ടെ, സെൻസിറ്റീവ് ആയിക്കോട്ടെ, കോമ്പിനേഷൻ ആയിക്കോട്ടെ, ഏത് ടൈപ്പ് സ്കിൻ ആയാലും നമ്മൾ ഉറപ്പായിട്ടും ഡെയിലി മോയ്സ്ചറൈസേഷൻ ഇസ് എ മസ്റ്റ്. ഇത് വന്നിട്ട് നമ്മുടെ സ്കിന്നിലെ ഡ്രൈ ഔട്ട് ആക്കുന്നത് തടയുകയും അതുമൂലം തന്നെ നമ്മുടെ സ്കിന്നിനെ ആ ഒരു ടെക്സ്ചറൈസേഷനിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ടിപ്പ് വന്നിട്ട് റെഗുലർ എക്സ്ഫോലിയേഷൻ. ഇപ്പോൾ നമ്മുടെ ക്ലെൻസിങ്, മോയ്സ്ചറൈസിങ് ഒക്കെ പറഞ്ഞതുപോലെ റെഗുലർ എക്സ്ഫോലിയേഷനും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അത്യാവശ്യമാണ്. അപ്പോൾ ഈ എക്സ്ഫോലിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യുകയും അതുമൂലം തന്നെ നമുക്ക് പുതിയ സ്കിൻ ഗ്രോത്തിനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതുമൂലം തന്നെ ആക്നെ സ്കാർസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും സഹായിക്കും. അപ്പോൾ എപ്പോഴും നമ്മളൊരു എക്സ്ഫോലിയേറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൈൽഡ് ഗ്രാനുവൽസ് ഉള്ള അല്ലെങ്കിൽ മൈൽഡ് പാർട്ടിക്കിൾസ് ഉള്ളത് മാത്രം യൂസ് ചെയ്യുക. നമ്മൾ കുറച്ച് വലിയ പാർട്ടിക്കിൾസ് ഉള്ള ഈ ഒരു സ്ക്രബൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ മൈക്രോ ടയേഴ്സ് വരാനും അതുമൂലവും നമുക്ക് സ്കിന്ന് ഡാമേജ് ആകും. സോ എപ്പോഴും ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു എക്സ്ഫോലിയേറ്റർ യൂസ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ കെമിക്കൽ എക്സ്ഫോലിയേറ്റേഴ്സും നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ കെമിക്കൽ എക്സ്ഫോളിയേറ്റർ എന്ന് പറയുമ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് എപ്പോഴും AHA അടങ്ങിയിട്ടുള്ളതും ഓയിലി സ്കിന്നുകാർക്ക് BHA അടങ്ങിയിട്ടുള്ളതുമായിട്ടുള്ള കെമിക്കൽ എക്സ്ഫോളിയേറ്റേഴ്സ് യൂസ് ചെയ്യുക. ഇനി നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ എ ബിഗ് നോ ടു ഓവർ ആപ്ലിക്കേഷൻ ഓഫ് സ്കിൻ കെയർ പ്രോഡക്ട്സ്. അതായത് നമ്മൾ പലരിലും കണ്ടിട്ടുണ്ടാവും സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യും. അതായത് മിക്സ് ചെയ്ത് ഇപ്പോൾ സീറംസ് ആയാലും മോയ്സ്ചറൈസർ ആയാലും ഇപ്പോൾ പലർക്കും ഈ പറയുന്ന പോലെ ഒരു സ്കിൻ പ്രോബ്ലം മാത്രമായില്ല ഉണ്ടാവുന്നത്, മൾട്ടിപ്പിൾ സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി മിക്സ് ചെയ്ത് എല്ലാ പ്രോഡക്ട്സും കൂടി മിക്സ് ചെയ്ത് ഒരേ ടൈമിൽ യൂസ് ചെയ്യും. ഇപ്പോൾ റെറ്റിനോൾ, നയാസിനമൈഡ്, വൈറ്റമിൻ സി അങ്ങനെയൊക്കെ ഒരുപാട് പ്രോഡക്ട്സ് ഒരുമിച്ച് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിലേക്ക് ഇടും. അത് ഒരു എന്താ പറയുക, അങ്ങനെ ചെയ്യാനേ പാടില്ല. ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വീക്കിൽ ഒരു 2 days ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ഡേയ്സ് നമ്മൾ വേറൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് അങ്ങനെ യൂസ് ചെയ്ത് ഒരു മിനിമം ഒരു 2 പ്രോഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് 2 സ്കിൻ കെയർ പ്രോഡക്ട്സ് മാത്രമേ അറ്റ് എ ടൈം നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഓവർ ആപ്ലിക്കേഷൻ ഓഫ് സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മളിങ്ങനെ ഓവറായിട്ട് സ്കിൻ കെയറിനുള്ള ഐറ്റംസ് ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കുന്നതും നമ്മുടെ സ്കിന്നിന് ഡാമേജ് ചെയ്യുന്നതാണ്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഡോണ്ട് സ്കിപ്പ് SPF. അതെ, സൺ പ്രൊട്ടക്ഷൻ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഈ പറഞ്ഞതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ SPF പലരും ഈ ഒരു ഇപ്പോൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, മോയ്സ്ചറൈസർ ഇട്ടതോടുകൂടി അവിടെ അവരുടെ സ്കിൻ കെയർ കഴിഞ്ഞു. അതിന് മുകളിലേക്ക് SPF എന്നൊരു സ്റ്റെപ്പ് പലരും ഇപ്പോഴും ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. സോ അത് നമ്മൾ SPF മസ്റ്റായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ SPF തിരഞ്ഞെടുക്കുമ്പോൾ മിനിമം ഒരു 30 SPF എങ്കിലും അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 30ക്ക് മുകളിലേക്കുള്ള ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബിലോ 30 ഈസ് നോട്ട് അഡ്വൈസബിൾ. കാരണം അത് അത്രത്തോളം എന്താ പറയുക, സൺ പ്രൊട്ടക്ഷൻ തരില്ല. അതുപോലെ തന്നെ ഈ ഒരു SPF നമ്മൾ ഓരോ 2 to 3 hours റീഅപ്ലൈ ചെയ്യണം. കാരണം 2 to 3 hours അതിൻ്റെ ആ ഒരു എഫക്റ്റ് കുറയും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ടെക്സ്ചേർഡ് സ്കിന്നിനെ റിഗാർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ടിപ്സും ഒക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.